ഏവർക്കും സ്വാഗതം. ദീർഘകാലത്തെ സുസ്ഥിരമായ അഭിഭാഷക വൃത്തിയിൽ നിന്നും സ്വയം വിരമിച്ച് പ്രകൃതിയുടെ ഹരിതശോഭയിലേക്ക് നടന്നിറങ്ങിയ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 30 കൊല്ലമാണ് ഞാൻ വക്കീൽ ജോലി ചെയ്തത്. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും കോടതി മുറികളിൽ സത്യം നുണയാക്കിയും നുണ സത്യമാക്കിയും ജീവിച്ച് എനിക്ക് മടുത്തു. ഫയലുകളെല്ലാം എൻ്റെ മകൻ മനോജിനെ ഏൽപ്പിച്ച് ഞാൻ ഈ മണ്ണിലേക്ക് തിരിഞ്ഞു. മണ്ണ് സത്യമുള്ളതാ. സ്നേഹിച്ച അത് 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. നമുക്കാണെങ്കിൽ കുറ്റബോധമില്ലാതെ ജീവിക്കുകയും ചെയ്യാം. അത് മനസ്സിലാക്കി വരാൻ ശ്രീധരേട്ടൻ കുറെ താമസിച്ചു. അതെ, ഇവളുടെ സഹായം എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഇവൾക്കാണ്. പറഞ്ഞു കൊടുത്തു. ഞാൻ പറയാം. അതെ, ഞങ്ങൾ ആദ്യം ഇവിടെ വിത്ത് പാകി മുളപ്പിച്ചിരുന്നത് വലിയ വലിയ മരങ്ങളാ. എടാ, നീ ഇങ്ങനെ അനങ്ങുമ്പോഴും മിണ്ടുമ്പോഴും ഇവിടെ വന്ന് പരാതി പറയുന്ന എന്തിനാ? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തന്നെ സെറ്റിൽ ചെയ്തോളണം. അച്ഛനും അമ്മയ്ക്കുന്നല്ല, ആർക്കും അതിൽ വിധി പറയാൻ അധികാരമില്ല. നിന്റെ അമ്മയുമായിട്ട് ഞാൻ ചില്ലറ വഴക്കാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോഴും 1 മാസം ഇണങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കി അവളുടെ അച്ഛനെ 4 ചീത്ത പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. വായിക്കകത്ത് വല്ലാത്തൊരു തരിപ്പ. അയ്യടാ, പറമ്പിൽ നല്ല ഒന്നാന്തരം കാട്ടിയേമ്പ് നിപ്പുണ്ട്. പറിച്ച് വായിലിട്ടങ്ങ് ചവച്ചാ മതി. എന്റെ അച്ഛനെ തെറി പറയുന്നതിനേക്കാളും സുഖം കിട്ടും. അവർക്ക് നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ സമയമില്ലെന്നേ. കണ്ണി കണ്ട കാട്ടിയേമ്പിന്റെ കപ്പയുടെ ഒക്കെ പടം എടുത്ത് വെച്ചു അവരങ്ങ് പോയി. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു കാലം ഇവന്റെ കൂടെ ഇവന്റെ ഫ്ലാറ്റിൽ പോയി താമസിക്കേ. പോകുമ്പോ നീ നേരത്തെ പറഞ്ഞില്ലേ ചേമ്പ്, അതും കുറച്ച് കൊണ്ടുപോയിക്കോളൂ. എന്തിനാ? ഒരു ജോലിക്കും പോകാതെ അതിനകത്ത് തനിയെ ഇരിക്കുന്നത് കൊണ്ടാ ആ കുട്ടി ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നത്. നീ ആവുമ്പോ അതിനെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് നേരവും പോകും. എനിക്കാണെ കുറച്ചു കാലം മനസ്സമാധാനത്തോടു കൂടി ആ ചേമ്പ് നിന്ന് ജീവിക്കാം. പക്ഷെ എന്റെ മനസ്സമാധാനം അതോടെ തീരും. കാര്യം എന്റെ മരുമോളാന്ന് പറഞ്ഞിട്ടായില്ല മോനെ. കഴിഞ്ഞ വർഷം 1 മാസം ഞാൻ അവിടെ വന്ന് നിന്നതിന്റെ സുഖം ഇപ്പോഴും അനുഭവിച്ചു തീർന്നിട്ടില്ല. ചിലപ്പോ ആ കുട്ടിയുടെ മട്ടും മാതിരിയൊക്കെ കണ്ട നമ്മളേതാണ്ട് ചെയ്തിട്ട് അമ്മൂട്ടിക്ക് അപകടം വന്നെന്ന് തോന്നും. വിചാരിക്കാത്തൊക്കെ കേൾക്കാൻ ഞാനില്ലേ? അമ്മ പറഞ്ഞത് ശരിയാ അല്ലേ അച്ഛാ? മോളുടെ മരണത്തിന് ഒരു കണക്കിന് ഞാൻ തന്നെയല്ലേ കാരണം. എന്റെ അശ്രദ്ധ. ഒക്കെ ശരിയാവൂടാ. 1.5 വർഷമല്ലേ ആയുള്ളൂ. കുറച്ചുകൂടെ കഴിയട്ടെ. അവൾക്ക് അതിനോട് പൊരുത്തപ്പെടാനുള്ള സമയം കൊടുക്കുക. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനൊറ്റ പോംവഴിയുള്ളൂ. ഒരു കുഞ്ഞ്, അടുത്ത കുഞ്ഞ് ജനിക്കുന്നതോടെ ഇതിനെല്ലാം മാറ്റം വരും. അതിനുള്ള വഴി നോക്കുക. അതിപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടുന്ന കാര്യമല്ലല്ലോ. മോള് പോയ പിന്നെ ഞങ്ങൾ 2 പേരും ഒരു ഫ്ലാറ്റിലാ താമസന്നേ ഉള്ളൂ. മനസ്സും ശരീരവും ഒക്കെ 2 ലോകത്താച്ചാ.